പണ്ട് സ്കൂളിലെ സമയത്തും നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ? ഭയങ്കര വളരെ മ്യൂച്വലി കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ. പുള്ളി എൻ്റെ ക്ലാസ്സിലല്ല, പക്ഷെ ഞങ്ങള് സ്കൂൾ ഡേയ്സിന്റെ വേറെ ഡിവിഷനായിരുന്നു. അപ്പോൾ ഫെസ്റ്റിവൽസ് വരുമ്പോഴും ഒക്കെ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യും, പാട്ടുകൾ ചൂസ് ചെയ്യും. പുള്ളിയും പാടുമല്ലോ, അപ്പം ഞാൻ പുള്ളിയെ അടുത്ത് പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പാടുകയും സ്കൂൾ ഡേയ്സിനും അങ്ങനെയൊക്കെയുള്ള 2 വർഷം ഒരുമിച്ച് പഠിച്ചിട്ടുള്ള. പക്ഷേ 2 വർഷം അടിപൊളിയായിരുന്നു. പുള്ളി ഹെഡ് ബോയ് ആയിരുന്നു സ്കൂളിൻ്റെ, ഭാരതീയ വിദ്യാഭവൻ കൊടുങ്ങാനൂർ ട്രിവാൻഡ്രത്ത്. അപ്പോൾ ഞാൻ അന്ന് കൾച്ചറൽ ഇൻചാർജ് പോലെ ആയിരുന്നു, പാട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ ഒത്തിരി ചർച്ചകളും യാത്രകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഫെസ്റ്റിവൽസിനൊക്കെ. അപ്പോൾ ഇതൊരു നല്ലൊരു ഓർമ്മയാണ്. പിന്നെ പുള്ളി ഡിബേറ്റ്, എലക്യൂഷൻ ഇങ്ങനത്തേനൊക്കെ പുള്ളി വന്നാൽ വേറെ ആരും നോക്കണ്ട, അതുപോലെ പ്രൈസസും സ്കൂളിന് ഉറപ്പാണ്. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു ഓർമ്മയാണ്. അപ്പോൾ അത് ഈ അടുത്ത് ഒരു വേദിയിലുള്ള ഒരു വീഡിയോ ഇങ്ങനെ ഇൻസ്റ്റയിൽ ഇങ്ങനെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ സന്തോഷം, അദ്ദേഹം നന്നായിട്ട് ചെയ്യുന്നു. പഴയ പോലെ നിർത്തിയെടുത്ത് വെച്ച് തുടങ്ങാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്, അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. അതായത് ഒരു സ്നേഹബന്ധം അതേപോലെ തന്നെ ഉണ്ട്. അപ്പം നന്നായിരിക്കട്ടെ പൃഥ്വി, എനിക്ക് എൻ്റെതായ രീതിയിലും ചെയ്യാൻ പറ്റട്ടെ. എന്താ പൃഥ്വി എന്നാണ് വിളിക്കുന്നത്? സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിക് നെയിംസ് ഉണ്ടായിരുന്നു രണ്ടുപേർക്കും? ഞാൻ പൃഥ്വി അളിയാ എടാ വിളിക്കുമല്ലോ. നിക് നെയിംസ് ഒന്നും ഓർമ്മയില്ല അങ്ങനെയൊന്നും. രാജു എന്നല്ല വിളിക്കുന്നത്, പൃഥ്വി തന്നെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എടാ ഒരു പ്രായമാണല്ലോ. ചേട്ടൻ്റെ ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എടുത്തു കഴിഞ്ഞാൽ നമ്മളത് നോക്കുമ്പോൾ അതിനകത്തൊരു ഒരു ഡീപ്പ് റൂട്ടഡ് ആയിട്ടൊരു ഒരു ഒരു ഫീല് കിട്ടും, ഒരു എലമെൻ്റ് ഉണ്ടാവും. പിന്നെ നമുക്കൊരു നൊസ്റ്റാൾജിയ കിട്ടും ചില സമയത്ത്. ചിലപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ഫ്ലാഷ് ചെയ്യും, എന്തൊക്കെയോ ഒരു മെമ്മറി ഇങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ എനിക്ക് ചേട്ടൻ്റെ ചൈൽഡ്ഹുഡൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ചൈൽഡ്ഹുഡ് ഇതും അതും തമ്മിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ? ഉറപ്പായിട്ടും. എൻ്റെ ഫാമിലി വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. മ്യൂസിക്കിലും ഫാദർ എസ്പെഷ്യലി, അമ്മയും ചേച്ചിയും അനിയത്തിയാണ്. എല്ലാവർക്കും പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, പാടുകയും ചെയ്യും എല്ലാവരും. ഫാദറിൻ്റെ എൻ്റെ അനിയന്മാരും ഒക്കെ അനിയനും അനിയത്തിയൊക്കെ പാടും. എല്ലാവർക്കും മ്യൂസിക് ഉണ്ട്. അപ്പോൾ വളരെ സപ്പോർട്ടീവായിട്ടൊരു ചൈൽഡ്ഹുഡാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. വളരെ ബ്ലെസ്ഡാണ്. ഇത്രയും കൊല്ലം ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ട് അങ്ങനെ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഹിക്കപ്സ് വരുന്നതല്ലാതെ ഒരു വലിയൊരു ഇത് മോളിൽ നിന്ന് അങ്ങനെ ഒരു പരീക്ഷണം ഇതുവരെ വന്നിട്ടില്ല. അതിൽ രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ വളരെ അപ്ലിഫ്റ്റിംഗ് ആയിട്ടൊരു ചൈൽഡ്ഹുഡാണ് എനിക്ക്. പിന്നെ താങ്ക് മൈ ഫാമിലി, അച്ഛനും അമ്മയ്ക്കും റിലേറ്റീവ്സിനും ഒക്കെ അതിൻ്റെ ഒരു വലിയ പങ്കുണ്ട്. നല്ല സുഹൃത്ത് ബന്ധങ്ങളുണ്ട്, അതാണ് ഏറ്റവും വലിയ നിധിയായിട്ട് ഞാൻ കാക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സ് വളരെ വളരെ സ്പെഷ്യലാണ്. അപ്പോൾ അവരെ വീട്ടിലും വളരെ വീടുമായിട്ടും വളരെ അടുപ്പമാണ്. അപ്പം അങ്ങനെ ഒരു ടുഗെദർനെസ് ഉണ്ടായിരുന്നു. വീട്ടിലൊക്കെ വരുമായിരുന്നു. വീട്ടിൽ വന്ന് പറയേണ്ട കാര്യമില്ല, അമ്മ 24 hours അവിടെ ആരെങ്കിലും നമ്മുടെ കൂട്ടുകാരും. എഞ്ചിനീയറിംഗ് കോളേജിലെ ഫ്രണ്ട്സ് ആയിരുന്നു. അതെ, എഞ്ചിനീയറിംഗ് ഉള്ള സുഹൃത്തുക്കളുണ്ട്, സ്കൂളാണ്. അപ്പോൾ വളരെ അങ്ങനെ ഒരു നല്ല സുഹൃത്തുക്കൾ നിറഞ്ഞൊരു ചൈൽഡ്ഹുഡ് എനിക്കുണ്ട്. അതേ സുഹൃത്തുക്കളുമായിട്ട് അതേ ലെവൽ ബന്ധം ഇപ്പോഴും ഉണ്ട്. അതിൻ്റെയാണോ ചിലപ്പോൾ ഈ നൊസ്റ്റാൾജിയയും അതൊക്കെ മ്യൂസിക്കിലും വരുന്നത്. നമ്മുടെ തന്നെ എക്സ്റ്റൻഷൻ അല്ലേ നമ്മുടെ ആർട്ട്. ഉറപ്പായിട്ടും ഞാൻ ബ്ലെസ്ഡ് ടു ഹാവ് ഓൾ ദീസ് എലിമെന്റ്സ്. അതെ, ഞാനൊരു മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് ജോബ് ചേട്ടൻ്റെ പാട്ട് വേണം സിനിമയിൽ. അപ്പോൾ ജോബ് ചേട്ടനെ അപ്രോച്ച് ചെയ്ത സമയത്ത് ജോബ് ചേട്ടൻ ഇങ്ങനെ തിരക്കൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ചാൽ എറണാകുളത്ത് നിന്ന് റെക്കോർഡ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ആയിട്ട് ട്രിവാൻഡ്രത്ത് ജോബ് ചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് റെക്കോർഡ് ചെയ്തോണ്ട് പോയി എന്ന് പറഞ്ഞു. തീവണ്ടി സിനിമയിലെ പാട്ട് കൈലാസേട്ടൻ റെക്കോർഡ് ചെയ്യാൻ വന്ന കഥയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്തിനാ അത്രയും നീക്കി പുള്ളിയെ ബുദ്ധിമുട്ടിച്ചത് നേരത്തെ. അപ്പൊ നല്ലൊരു പാട്ടും ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ ആ സമയത്ത് ഞാൻ വേറെ എന്തോ ഒരു കാര്യത്തിലായിരുന്നു. പക്ഷെ കൈലാസ് വാസ് ഡിറ്റർമിൻഡ്, വോയിസ് കൊണ്ട് എടുത്തിട്ട് വിടുകയുള്ളൂ. അത് പുള്ളിയുടെ ഒരു ഡിറ്റർമിനേഷനും പുള്ളിക്ക് എന്നോട് ഒരു താല്പര്യവും ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നല്ലൊരു പാട്ട് പാടാൻ പറ്റി. അപ്പോൾ ഇറ്റ്സ് ഓൾ ബ്ലെസ്സിങ്. പിന്നെ ഞാൻ ഇതേപോലെ ഇങ്ങനെ വന്ന് പിടിച്ച പിടിയാലെ പാടിപ്പിച്ച മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ അങ്ങനെ പിടിച്ച പിടിയാലെ പിടിക്കുക. ദീപക് ദേവ് സാറൊക്കെ സൂപ്പർ സ്റ്റാർ ടൈമിൽ നമ്മുടെ ജഡ്ജായിരുന്നു, മെന്ററാണല്ലോ. അപ്പം സാറിൻ്റെ അടുത്ത് നമുക്ക് ഇങ്ങനെ മുങ്ങാനൊക്കെ വലിയ പണിയാണ്. പറഞ്ഞു ഒന്നാലൊരു റെസ്പെക്റ്റും ഇഷ്ടവും. സാർ ആ ജോബ് എവിടെ ഉണ്ട്,
ആ ഇവിടെ ഒരു പാട്ടുണ്ടോ താന്ന് വാ അപ്പം നമ്മൾ ചെന്നിട്ട് പറയും സാർ ഞാൻ നാളെ അറിയുന്ന അത്ര കണ്ടീഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ടെൻഷനൊക്കെ വരുമല്ലോ. പുള്ളി പക്ഷെ കൂളാക്കി എടുക്കും ആദ്യം. എന്നിട്ട് അന്നത് പാടിച്ച് ഏറ്റവും അടിപൊളിയായിട്ട് എടുത്തിട്ടേ പുള്ളി വിടത്തുള്ളൂ. പുള്ളിക്ക് എന്നെ ഹാൻഡിൽ ചെയ്യാൻ നല്ലോണം അറിയാം മേ ബി. അപ്പോൾ സാറായതുകൊണ്ട് എനിക്ക് ഞാൻ ടെൻഷനൊക്കെ പോയി ഞാൻ എന്നെ മാക്സിമം ഡെലിവറി ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അല്ല ഇപ്പം ബിജിയേട്ടനായാലും മാണിക്കച്ചിറകുള്ള അതുപോലെ സപ്തമശ്രീയിലെ താനെ പൂക്കും റെക്സ് വിജയൻ ചേട്ടൻ്റെ. അപ്പോൾ അങ്ങനെ പലരും ഷാൻ ഇവരൊക്കെ നമ്മൾ എന്നോടൊരു എന്താ പറയുക എന്നോട് ക്ഷമിച്ച് വോയിസ് എടുത്തിട്ടുള്ള ആൾക്കാരാണ്. വിനീതിൻ്റെ ഹിഷാമിൻ്റെ കൂടെ പാടുമ്പോഴൊക്കെ ദേ ഓൾ നോ മൈ ക്യാരക്ടർ. അപ്പം ഒരു സൗഹൃദമുണ്ട്, സ്നേഹത്തോടെ അത് വോയിസ് ക്യാപ്ചർ ചെയ്യാന്നുള്ള അവരുടെ ഒരു പേഷ്യൻസിന്റെ ഗുണമാണെന്ന് തോന്നുന്നു. ചേട്ടൻ പ്ലേ ബാക്ക് സിംഗിങ്ങിൽ പാടിയിട്ടുള്ള ഓൾമോസ്റ്റ് പാട്ടുകൾ കുറച്ച് ലൗഡായിട്ടുള്ള പാട്ടുകളാണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കുറച്ചൊരു വ്യത്യസ്തത തോന്നി. എനിക്ക് ടെക്നിക്കലി അത് എന്താണെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. എനിക്ക് വ്യത്യസ്തത തോന്നുന്ന ചില്ല് റാന്തൽ പാട്ട് കലിയിലെ ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഗോപിചന്ദ് ഒരു അടിപൊളി കോമ്പോസിഷൻ ആണ്. നല്ല എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോണറും എൻ്റെ ഒരു ഏരിയയിലാണ് ആ പാട്ട്. പിന്നെ നല്ല സമയം ആ പാട്ട് വന്നപ്പോൾ മുങ്ങാൻ നോക്കിയായിരുന്നു. ഇല്ല അങ്ങനെയല്ല, മുങ്ങാൻ നോക്കിയിട്ടില്ല. അങ്ങനെ എപ്പോഴും മുങ്ങൊന്നുമില്ല. എപ്പോഴും ഞാൻ അവൈലബിൾ ആണ്. എല്ലാവരും നല്ല മ്യൂസിക് അല്ല അത് സ്റ്റുഡിയോ ചെന്ന് പുള്ളി നമ്മൾ ഇച്ചിരി ലേറ്റ് ആയിട്ട് സമാധാനത്തിൽ റെക്കോർഡ് ചെയ്തൊരു പാട്ടാണ്. നല്ല പാട്ടുമാണ്. എനിക്കത് പാട്ടുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ആദ്യത്തെ ഞാൻ നോക്കുന്നത്. എനിക്ക് പാട്ടിൽ എനിക്കിഷ്ടമുള്ള എലിമെന്റ്സ് ഉണ്ടാവണം എന്ന് ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ അത് ഭയങ്കര രസമുള്ളൊരു പാട്ടല്ലേ, അസാധ്യ കോമ്പോസിഷനും. അത് ആ സിനിമയിൽ വന്നിരിക്കുന്ന ഒരു പിന്നെ സിനിമയുടെ ഒരു ക്രൈറ്റീരിയ പല ഒത്തിരി പേരുടെ ഡ്രീമാണ് ഒരു സിനിമ അല്ലേ. അപ്പൊ അതിൽ നമ്മളൊരു ബുദ്ധിമുട്ടാവാൻ പാടില്ലല്ലോ. അതാണ് എൻ്റെ ഞാൻ സമയം എടുക്കുക അതിങ്ങനെ ആലോചിച്ച് കൂട്ടും. ചിലപ്പോൾ നമ്മൾ സമയം പോവാം, അവരെ റെക്കോർഡിങ്ങിന് കുറേ വേസ്റ്റ് വെറുതെ ബുദ്ധിമുട്ടിക്കണോ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടും. കുറച്ച് അതിന്റെ ആവശ്യമില്ല ശരിക്കും. അപ്പൊ നമ്മുടെ ഇൻഡിപെൻഡന്റ് മ്യൂസിക് വരുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, ഞാൻ എന്റെ സമയമല്ലേ പോകുന്നു, നമ്മളിങ്ങനെ പാടി കഴിയുമ്പോൾ ശരിയാണോ ഞാൻ എത്രയോ കറക്ഷൻസ് ചെയ്ത് എന്റെ തന്നെ ഇഷ്ടം വരെ ചെയ്യുമല്ലോ. നമുക്ക് പിന്നെ ആരുടെ അടുത്തും അതൊരു ഞാൻ തന്നെ അനുഭവിച്ചാൽ മതി. ആ ഡിലേ ആ മൂഡ് കൃത്യമായിട്ട് മൊത്തത്തിലൊരു മൂഡിന്റെ ആളാണ്. എനിക്കത് കറക്റ്റ് ആയാലേ ഇത് പറ്റുള്ളൂ. ആർട്ട് അപ്പോഴേ റിയാലിറ്റി ഷോയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് ഗോൾ സിനിമയിലെ പാട്ട് അഭിനയിച്ച് പാടിയിട്ടുണ്ടല്ലോ, അത് റീവാച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ ചേട്ടൻ? ഞാന് സത്യം പറഞ്ഞാൽ ഞാൻ ക്യാമറ ഫ്രണ്ട്ലി ഒരു ആളല്ല. പക്ഷെ നല്ല പാട്ടല്ലേ ചേട്ടാ അത്? കാരണം നിങ്ങൾ ഇത്രയും പേരും കൂടെ വരുന്ന അപ്പൊ ട്രെൻഡാണ്. വലിയൊരു സിനിമ അതൊക്കെ ഓക്കെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്ക്രീനിൽ വരാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല.